പിണറായി വിജയനാണ് രത്തൻ യു ഖേൽക്കറെ സെക്രട്ടറിയായി തീരുമാനിക്കുന്നത് എന്ന് കരുതുക. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉപദേശ ചുമതലയുണ്ടായിരുന്ന അഭിഭാഷകനായ ജാജു ബാബുവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ AG ആയിട്ട് നിയമിക്കുന്നുവെന്ന് കരുതുക. നമ്മൾ ഇതിനെ അഭംഗി എന്നായിരിക്കുമോ വിശേഷിപ്പിക്കുക? ഔചിത്യക്കുറവ് എന്നായിരിക്കുമോ വിശേഷിപ്പിക്കുക? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിലെ ADGP ആയ MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കാണാൻ പോയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്ന വലിയ നരേറ്റീവ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. അവിടെയാണ് നേരിട്ടുള്ള ഈ നിയമനത്തിലുണ്ടാകുന്ന സംശയങ്ങൾ ചർച്ചയാകുമ്പോൾ നമ്മളതിനെ അഭംഗി എന്ന് ലഘൂകരിക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് അഭംഗിയല്ല, അത് ഔചിത്യക്കുറവുണ്ടതിന് പിന്നിൽ. പിന്നെ മാത്രമല്ല, നമ്മൾ ഒട്ടേറെ സംശയങ്ങൾ ഒരുമിച്ച് വെച്ചാൽ വലിയൊരു സംശയത്തിൻ്റെ പുകമറ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഓരോന്നോരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മറുഭാഗത്ത് വാദിക്കാനൊരു ഭാഗം അവിടെയുണ്ട്. ഇപ്പോൾ രത്തൻ യു ഖേൽക്കറെക്കുറിച്ച് വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു കഴിവുള്ള ഒരു സിവിൽ സർവൻറ്റ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ആ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ്. കേരള കേഡറിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കണ്ണൂർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ലാൻഡ്ലെസ് കണ്ണൂർ എന്നൊരു പ്രോജക്റ്റ് വളരെ വൃത്തിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. IT സെക്രട്ടറി ആയിരുന്ന സമയത്താവട്ടെ, അതേപോലെ ടൂറിസം വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്നപ്പോഴുമൊക്കെ കയ്യിൽ കൊടുത്ത വകുപ്പിനെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എഫിഷ്യൻ്റായ അഡ്മിനിസ്ട്രേറ്ററാണ് രത്തൻ യു ഖേൽക്കർ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ ഒരു സംശയവുമില്ല. അതേപോലെ തന്നെയാണ് ജാജു ബാബുവിൻ്റെ കാര്യത്തിലും സീനിയർ അഭിഭാഷകനാണ്. എന്നാൽ ഈ നിയമനങ്ങൾ വളരെ തിടുക്കപ്പെട്ട് നടത്തുന്ന സമയത്ത് അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് കൂടി മറുപടി പറയാൻ അത് നടത്തുന്നവർ ഉത്തരവാദികളാണ് എന്നതാണ് എൻ്റെ പക്ഷം.